മോളെ വാ, വലത് കാല് വെച്ച് കയറിക്കോ. അതെ, മതി 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 മതി, നിർത്തിക്കേ. അല്ല എന്തീ കാണിക്കുന്ന? അല്ല എന്തിനീ ആവശ്യമില്ലാത്ത ആചാരങ്ങളൊക്കെ പിന്തുടരുന്നേ? 2 ദിവസമായി മനുഷ്യൻ ഇതൊക്കെ സഹിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും ഇതൊന്നും മതിയാക്കാൻ. ശരി മോനെ, ഇനി ചെയ്യുന്നില്ല, പോരെ? വാവ്, ബ്യൂട്ടിഫുൾ. വാ മോളെ, വെൽക്കം. ഞാൻ വളർന്നൊക്കെ ലണ്ടനില്ല. എനിക്ക് അവിടുത്തെ കൾച്ചറാണ് ഇഷ്ടവും. എനിക്ക് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ കൾച്ചേഴ്സ്, ഈ റിച്വൽസ്, ആചാരങ്ങൾ, ഇതൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ ഒരു കാര്യം കൂടെ, ഞാനത് മറന്നുപോയി. പിടിച്ചോ, ഇത് നിനക്കുള്ള. ഇത് നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് നീ വേഗം പോയി നിട്ടുണ്ടോന്നേ. അത് ഞാൻ. ഓക്കെ ഓക്കെ, ഓൾറൈറ്റ്. നമുക്ക് ഇന്നൊരു ദിവസം ഇതില്ലാതെ നോക്കാം. ഇങ്ങനെ വന്നേക്ക്. താങ്ക് യു. നമസ്കാരം അമ്മേ. നമസ്കാരം അച്ഛാ. ഈ കുലസ്ത്രീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കോ? മോം, ഡാഡ്, എനിക്ക് മതിയായി. ഒറ്റ ദിവസം കൊണ്ട് മതിയായി. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. മോളെ, നീ ആദ്യം തലേന്ന് സാരി മാറ്റ. മോള് 21-ാം നൂറ്റാണ്ടിലെ ഒരു മോഡൽ ലേഡിയാണ്. അപ്പൊ മോഡേൺ സ്ത്രീ ഇങ്ങനെ ഡ്രസ് ചെയ്യണം. ഞാനിപ്പോ തിരിച്ചു പോവാണല്ലോ. കുറച്ചു ദിവസം കൂടി ഞാനിവിടെ നിന്നിരുന്നെങ്കിൽ ഇവളെ ന്യൂ ജനറേഷൻ ആക്കിയിട്ട് പോയേനെ. ഏതായാലും 2 ദിവസം കഴിയുമ്പോ ഞാനിവളെ നിന്റെ അടുത്ത് തന്നെ കൊണ്ടുവരാൻ വേണ്ടി പോവാ. അപ്പോ ഹണിമൂണിന്റെ പ്ലാൻ? വാട്ട്? ആദ്യം ഈ വൃത്തിയുടെ സാരി ഉടുക്കലൊന്നും നിർത്തട്ടെ. എനിക്ക് കുലസ്ത്രീയോടൊപ്പം ഹണിമൂണൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ക്വൈറ്റ് ഇംപോസിബിൾ ഫോർ മീ. നീ ആദ്യം ഇവളെ എന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. അവിടെ എത്തിക്കഴിയുമ്പോ ഇവള് തന്നെ താനും മോഡേൺ ആയിക്കോളും. മാറ്റേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റണം. നമ്മളെ ഇത് പിടിപ്പിക്കേ. അയ്യോ വേണ്ടച്ചാ, ഞാൻ കുടിക്കാറില്ല. മോള് കുടിച്ചു നോക്കി, ഇത് ഇഷ്ടപ്പെടും നിനക്ക്. എനിക്കിപ്പോ 4-5 എണ്ണം അടിച്ചാലും ഒന്നും ആവാതായി. മോം, ഇതൊന്നും നിർത്തിക്കേ. ഈ നാട്ടിൽ ഒരു കാലത്ത് പെണ്ണുങ്ങള് ഭർത്താക്കന്മാർക്ക് വേണ്ടി തീയില് ചാടി ചാകുമായിരുന്നു. അപ്പോഴാ എനിക്ക് വേണ്ടി ഇവക്ക് മാറാൻ പോലും പറ്റില്ല. എടീ കുലസ്ത്രീ, നിന്റെ പേര് ഞാൻ മറന്നുപോയി. ദയവ് എഴുതിട്. അയ്യോ, ഇത് കുട്ടികളുടെ ഡ്രസ്സാണല്ലോ. നിന്റെ സൈസ് തന്നെ, പോയിട്ടോ. ഇപ്പോഴോ? അല്ലാതെ പിന്നെ എപ്പോഴാ? ചേട്ടന്റെ മുമ്പിലോ? എന്റെ മുന്നില്. ചേട്ടനൊന്ന് കണ്ണടയ്ക്കാവോ?
കണ്ടില്ലേടാ, ഒരൊറ്റ പെഗില് അവളുടെ ദേഹത്തുണ്ടായിരുന്ന കുലസ്ത്രീ ഒഴിഞ്ഞുപോയി. ആ, ഒരുപാടിട്ട് വലിക്കല്ലേ, അത് കീറിപ്പോവും. നിനക്കിത് ശീലമായിക്കോളും അല്ലേ? ഓക്കെ ബേബി, നീ ആരോഗ്യം ശ്രദ്ധിക്കണേ. ബൈ. ലവ് യു. നിങ്ങൾ ആണുങ്ങളുണ്ടല്ലോ, എല്ലാം നായിന്റെ മക്കളാ. പറ്റുന്നോടത്തൊക്കെ മണപ്പിച്ചോണ്ട് പോയിക്കോളും. ഒരാളോട് സംസാരിക്കുന്നതിൽ എന്താ പ്രശ്നം? നീയും സംസാരിച്ചോ? വേണമെന്ന് ആരെങ്കിലും പറഞ്ഞു? എന്തോ കരിയുന്ന മണം വരുന്നുണ്ടല്ലോ. ഒരൊറ്റ കുത്തു വെച്ചെന്നാണ്ടല്ലോ. നീ നോയിക്കോ, ഒരു ദിവസം നിന്റെ മുമ്പിൽ കൂടെ പുതിയ ബോയ് ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ കറങ്ങും. എന്നാ പിന്നെ വേഗം ആയിക്കോട്ടെ, എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ. ഞാൻ നോക്കിട്ട് വരാം. സർപ്രൈസ്! ഹേ, കുലസ്ത്രീ മൊത്തം മാറിയല്ലോ. ചേട്ടത്തേക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഞങ്ങളൊന്ന് അകത്തോട്ട് കയറിക്കോട്ടെ? ആ, വരൂ വരൂ. ഏട്ടത്തി ഉണ്ടാക്കി തന്ന ചായ, ഓ മൈ ഗോഡ്, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇവിടെ പാലിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം. ഇവിടുത്തെ കിച്ചൺ എവിടെയാ? ഇവിടെ ആകെ 2 മുറിയുള്ളൂ. അപ്പോ ഞാൻ അന്വേഷിച്ചു നോക്ക്. ശരി, ഞാനിപ്പോ വരാം. ഞാൻ പോയി ചായപ്പൊടി പഞ്ചസാരം കാണിച്ചു കൊടുത്തിട്ട് വരാം. നീ പോകുന്ന എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മുമ്പിൽ അവസരമുണ്ട്. ആയിക്കോട്ടെ, ബെസ്റ്റ് ഓഫ് ലക്ക്. എന്താ വേണ്ടത്? അത് പിന്നെ വെള്ളം എടുക്കാൻ വേണ്ടി വന്നാ. സോറി, അറിയാതെ പറ്റിയതാ. നോക്കി നടക്ക്. തണുത്ത വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ. കുറച്ച് തണുത്ത വെള്ളം കുടിക്കേ. കൂടെ നല്ല ചൂടുള്ള ചായ. ഇങ്ങത്തായിട്ട് ഞാൻ പിടിക്കാം. ആഹാ, നല്ല അടിപൊളി ചായ. അല്ല, ഇവിടെ കുടിക്കാനായിട്ട് ചായ മാത്രമേ ഉള്ളോ? ഇന്ന് വൈകിട്ട് കുപ്പി പൊട്ടിക്കാം. പിന്നെ അടിയോടടി തന്നെ. Cheers. എനിക്ക് മതിയായി. ഒരൊറ്റ ബിയറിലോ? പ്ലീസ് പ്ലീസ്. അയ്യോ, അത് പറ്റില്ല. നീ എനിക്ക് വേണ്ടി കുടിക്കും. കുറച്ച് കുടിച്ചാൽ മതി. പ്ലീസ് കുടിക്കും. ഇതിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ഞാൻ കിടന്നുറങ്ങാൻ പോവാ. നമുക്ക് പോവാം. നമുക്ക് പോയി കിടന്നുറങ്ങാം. വാ. എനിക്കിപ്പോ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. എന്താ? നമുക്ക് നമ്മുടെ ഐറ്റംസ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്താലോ? എന്ന് വെച്ചാ? നിന്റെ ഞാൻ എടുക്കും, എന്റെ നീ എടുത്തോ. എന്റെ പെണ്ണ് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്നുള്ളു തന്നെയാ. നീ നിന്റെ കുലസ്ത്രീയുടെ കാര്യം നോക്കിയാ മതി. ഞാൻ അവളെ മാറ്റാൻ വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു തന്നെ. കുറച്ച് കൂടുതൽ മാറ്റിക്കളയാം. Cheers. Cheers.
ബ്രിജേഷ് 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 നീയായിരുന്നു? എടി നീ ഇവിടുന്ന് ഇറങ്ങിപ്പോ. ഏയ്, ഒച്ചെടുക്കരുത്. ഇവിടെ നിന്നാ പുറത്തേക്ക് പോകുന്നത്? വേണമെങ്കിൽ നീ പോക്കോ, പുറത്തേക്ക് പോക്കോ. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. നിങ്ങൾ ഇത്രയും നാണം കെട്ടവനായിരുന്നോ? ഇപ്പൊ എനിക്ക് ശരിക്കും നാണക്കേട് തോന്നുന്നുണ്ട്. ഞാൻ നാണക്കെട്ടവനാണെന്നല്ലേ? രാത്രി കള്ളു കുടിച്ചിട്ട് വേറെ കൂടെ കിടന്നപ്പോ നിനക്ക് നാണക്കേട് തോന്നിയില്ലടി? നാണക്കേട് തോന്നിയില്ലെന്ന്? നീ ഇവിടെ നിൽക്കണ്ട, വാ. എന്നാ ചായ കുടിക്കേ. മേടിക്ക് പ്ലീസ്. നടന്നൊക്കെ നടന്നു. അതൊക്കെ മറന്നേക്ക്. ജസ്റ്റ് ഫോർ ഗെറ്റ്. നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്തില്ലേ? അതോടെ കഴിഞ്ഞു, തീർന്നു. ഇത് ഈ വൃത്തികേടാണോ നിങ്ങളുടെ എൻജോയ്മെന്റ്? പിന്നല്ലാതെ. നീ നിന്നെ തന്നെ മാറ്റാതെ പറ്റില്ല ഗീത. എനിക്കങ്ങനെ മാറണ്ടെങ്കിലോ? നിനക്ക് മാറണ്ടേ? നമ്മൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ശരി, as your wish. അപ്പോ ഡിവോഴ്സ് ചെയ്യാൻ നീ റെഡി ആയിക്കോ. ഓൾറൈറ്റ്. ബ്രിജേഷ്, നിങ്ങൾ പിന്നെ കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് തീർത്തോട്ടെ. എനിക്കൊരു കാര്യം കൂടെ തീർക്കാനുണ്ട്. എക്സ്ക്യൂസ് മീ. ബ്രിജേഷ്. ഓക്കെ, എൻജോയ്. ബ്രിജേഷ്, ഞാൻ പറയുന്നു കേൾക്ക്. ബ്രിജേഷ്. ഓക്കെ, as your wish. അപ്പോ ഡിവോഴ്സ് ചെയ്യാൻ നീ റെഡി ആയിക്കോ. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒട്ടും ശരിയല്ല. നീയാണോ എന്നെ ശരിയും തെറ്റൊക്കെ പഠിപ്പിക്കാൻ പോകുന്നത്? നടക്കാനുള്ളതൊക്കെ നടന്നില്ലേ? ഇനി മിണ്ടാതെ വീട്ടിലേക്ക് വാ. ബാക്കിയുള്ളതൊക്കെ അവിടെ വെച്ച് വാടി. നീ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇത്രയും വലിയ വീട്ടിലേക്ക് നീ വന്ന് കയറി. നിന്റെ ഭർത്താവ് നിന്നെ നിയന്ത്രിക്കുന്നില്ല. ബാക്കിയുള്ള പെണ്ണുങ്ങള് ഇവിടെ അടുക്കള കിടന്ന് ശ്വാസം മുട്ടി മരിക്കുക. അമ്മ ഇതെന്തൊക്കെയാ പറയുന്നത്? അവൻ എന്നും നിന്റെ ഭർത്താവ് തന്നെയായിരിക്കും. വീട്ടിലെ കാര്യങ്ങൾ വീട്ടിന് പുറത്തേക്ക് പോകാൻ പാടില്ല. നീ എന്തായി കാണിക്കുന്നേ? നിന്റെ ജീവനൊപ്പം കുഞ്ഞിന്റെ ജീവനും എടുക്കുവാണോ? എന്തിനാ ഇങ്ങനൊരു പാവം ചെയ്യുന്നേ? നാളെ ഒരുപക്ഷെ ഈ കുഞ്ഞിനെ കാണുമ്പോ ബ്രിജേഷിന്റെ മനസ്സ് മാറിയാലോ? നീ പറഞ്ഞത് കേട്ടില്ലേ? റെഡി ആയിട്ടിരിക്കണം. എന്റെ ശരീരം മൊത്തം വേദനയാ. നിങ്ങള് ഈ അവസ്ഥയിലും എന്നെ കൊണ്ട്. എന്തവസ്ഥ? നിന്നോട് പ്രഗ്നന്റ് ആവാൻ ഞാൻ പറഞ്ഞോ? എന്താ ഈ പറയുന്നേ? പറഞ്ഞു വരുന്നത് ദേ ഇതുണ്ടല്ലോ, ഇത് പെയിൻ കില്ലറാ. ഇന്നാ വെള്ളം കുടിക്കേ, മരുന്ന് കഴിക്കേ, വേദനയൊക്കെ മാറിക്കോളൂ.
കൊന്നില്ലേ? കൊന്നെങ്കിൽ ഇപ്പൊ എന്താ എന്താ കുഴപ്പം? നിന്നെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും, പക്ഷെ വേറൊരുത്തന്റെ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ പറ്റില്ല. നമുക്ക് ഇനി ഒരുപാട് എൻജോയ് ചെയ്യാനുണ്ട്. കമോൺ, റിലാക്സ്. നിക്ക്. ഈ ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും എന്റെ മോൻ നിനക്ക് തരുന്നുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് നിന്നെ അവൻ മാറ്റുന്നുണ്ട്. എന്നിട്ടും നിനക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ലേ? ഈ കാലത്തെ പെണ്ണുങ്ങള് സ്വന്തം ഭർത്താവ് പോലും അറിയാതെ കാമുകന്റെ കൂടെ കൂത്താടി നടക്കുക. നിനക്ക് ആ കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളൊന്ന് നിർത്താവോ? നിങ്ങളുടെ മകൻ പോകുന്ന പോക്കിപ്പെട്ട് എന്റെ സർവസ്വം നഷ്ടപ്പെട്ടു. നീ പോകുന്നത് കഷ്ടപ്പെടാൻ വേണ്ടിട്ടല്ലേ? അവസാനം കറങ്ങി തിരിഞ്ഞ് നീ ഇങ്ങോട്ട് തന്നെ വരും. മനുഷ്യന് ഏറ്റവും വലുത് അഭിമാനമാണ്. ഞാൻ ഇനി ഈ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല. താൻ ചിരിക്കണ്ട. താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ തനിക്ക് കിട്ടും. ഞാൻ പോലീസിന് വിളിച്ചിട്ടുണ്ട്. അവരിപ്പോ ഇങ്ങോട്ടെത്തും. എന്നോട് ചെയ്തതൊക്കെ ഞാൻ മിണ്ടാതെ സഹിച്ചവളാ. പക്ഷേ താൻ എന്റെ കുഞ്ഞിനെ കൊന്നത് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. താൻ ജയിലിലേക്കാ പോകുന്നത്, ജയിലിലേക്ക്.